This news is brought to you by പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. സ്ഥലം മാറിപ്പോകുന്ന ചെറുപുഴ കൃഷിഭവനിലെ കൃഷി ഓഫീസർ അഞ്ജു പിക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗീത KV സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലളിത ബാബു, പ്രവീൺ KD, ലീന വില്യം, ബ്ലോക്ക് മെമ്പർ രേഷ്മ വി രാജു, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ, ജോസ് PJ, ജമീല കോളയത്ത്, TP ചന്ദ്രൻ, ഡെന്നി ഗാവാലം, മനോജ് വടക്കേൽ, രാജു, ജോബിൻ മൈലാടൂർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ അഞ്ജു P മറുപടി പ്രസംഗവും നടത്തി. ജോലി ചെയ്തു, ഒരു ബാങ്കിൽ ജോലി ചെയ്ത് മാഡായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണയിൽ വന്നപ്പോഴൊക്കെ യാതൊരു അങ്കലാപ്പവും ഇല്ലാതെ ഒരു നല്ല ഉറച്ച വിശ്വാസിയായ എല്ലാ കാര്യങ്ങളും പദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൃഷി ഓഫീസറായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിച്ചു. പ്രായം 30 വയസ്സേ ഉള്ളുവെങ്കിലും ഒരു 60 വയസ്സിന്റെ പക്വതയോട് കൂടിയിട്ടാണ് അവർ പെരുമാറുന്നത്. ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിന്റെ ദൗർബല്യമാണ്. എല്ലാ പരിപാടിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർഷകരൊക്കെ അവിടെ കൃഷി ഓഫീസറൊക്കെ പോയാലും ഒരു കർഷകരല്ലാത്ത സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പോയാലും ഏത് സാഹചര്യത്തിലും യാതൊരു മടിയും കൂടാതെ അവരുടെ പ്രവൃത്തി ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കുന്ന ഒരാളാണെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് എനിക്കൊന്ന് ഈ യാത്രയപ്പ് യോഗത്തിൽ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇരട്ടി ബ്ലോക്കിൽ ചാവശ്ശേരിയിലോട്ടാണ് അവർ ട്രാൻസ്ഫറായിട്ട് മാറിപ്പോകുന്നത്. കുറച്ചുകൂടെ വീടിനടുത്തും കുറച്ചുകൂടെ സൗകര്യപ്രദമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് സ്ഥലം മാറി പോകുന്നതെന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു യാത്രയപ്പിൻ്റെ നേതൃത്വത്തിലാണ്, സമ്മിശ്ര വികാരങ്ങളോടെയാണ് എല്ലാവരും കൂടെയായിരിക്കുക. നമുക്കറിയാൻ കഴിഞ്ഞാൽ ഏകദേശം 3 വർഷത്തോളം ആകാറായി നമ്മുടെ അഞ്ചു ഇവിടെ വന്നിട്ട്. ഈ കാലയളവിൽ നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് ഒരു കരുത്തായിരുന്നു നമ്മുടെ കൃഷി ഓഫീസർ. കർഷകർ സാധാരണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി ഫയലുകൾക്കിടയിൽ ഇരിക്കാതെ കർഷകരിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കൃഷി ഓഫീസർ. നമുക്ക് നേരിട്ട് അറിയാം, എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുഞ്ചിരിക്കുന്ന മുഖം, നമുക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ആര് കയറിച്ചെന്നാലും വലിയൊരു സ്വീകരണത്തോടുകൂടി ഒരു സൈനികരിക്കാൻ തന്നാൽ പോലും ഒരു മടിയും കൂടാതെ നല്ലൊരു സമീപനമായിരുന്നു നമ്മുടെ ഓഫീസിൻ്റേത്. അത് എല്ലാവരും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു ഗസറ്റ് ഓഫീസറെ സൈനികർക്ക് ചെന്നാൽ ഒരു മടിയും കൂടാതെ ഒന്നും ചോദിക്കാതെ ചെയ്തു തരുമായിരുന്നു എന്ന് അദ്ദേഹം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, തുടർന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. നമുക്ക് ആ ഒരു സേവനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാൽ ചെല്ലുന്ന ഇരിട്ടി ബ്ലോക്കിൽ കൂടുതൽ നന്നായിട്ട് ഒത്തിരി ഉയരങ്ങളിൽ ഒത്തിരി അവാർഡുകളൊക്കെ മേടിച്ച്, അപ്പം നമുക്കും സന്തോഷിക്കാം. നമ്മുടെ ഇവിടെ നിന്ന് പോയ ആളാണല്ലോ, അവാർഡുകളൊക്കെ മേടിച്ച് ഇനിയും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിൽക്കാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സങ്കടം നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അവർ മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ കൃഷി ഓഫീസറിനെ സന്തോഷിക്കാം. കാരണം എന്തുകൊണ്ടും താങ്കളുടെ ജീവിതത്തിൽ ഈ പഞ്ചായത്തിന് വലിയൊരു ഭാഗ്യമാണ്. കാരണം കുമാരിയായിട്ട് വന്ന് ശ്രീമതിയായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചത് ഈ പഞ്ചായത്തിലെ ഈ ട്രാൻസ്ഫർ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ഏത് കാര്യത്തിൽ വിളിച്ചാലും നമ്മളൊരു മെസ്സേജ് ഇട്ടാലും ആ സ്പോട്ടിൽ മാഡം നമ്മുടെ മെസ്സേജ് നോക്കുകയും മറുപടി പറയുകയും ചെയ്യാറുണ്ട്. നമ്മൾ കാര്യമായിട്ട് പരിചയപ്പെട്ടതെന്ന് പറയുന്നത് ഞങ്ങളുടെ വാർഡിലെ ഇടവരുമ്പ് സ്കൂളിലൊരു നമ്മുടെ വിളവെടുപ്പ് ഉത്സവം വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നത്. നമ്മുടെ ചീരയുടെ ഒരു വിളവെടുപ്പുണ്ടായിരുന്നു. അവിടുത്തെ വിളവെടുപ്പെല്ലാം നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ, അഞ്ജു മേഡത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു
നല്ലൊരു വിളവെടുപ്പ് ഉത്സവമാണ് നമ്മൾ നടത്തിയത്. അതിൽ മാഡത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കൃഷി ഓഫീസറെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ അവരുമായി ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. ഏത് സമയത്തും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്തും ഫോൺ വിളിച്ചാലും അതേപോലെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ആണെങ്കിലും അയച്ചാൽ അതിന് കൃത്യമായി ആ സമയത്ത് തന്നെ മറുപടി കിട്ടാറുണ്ട്. അപ്പം ഒരു കൃഷി ഓഫീസറായിട്ട് കണ്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ ഒരു സുഹൃത്ത് എങ്ങനെയാണോ അതുപോലെയാണ് 3 വർഷമായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട്, എന്നിരുന്നാലും അവർക്ക് സൗകര്യത്തിന് വീടിനടുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അവരുടെ ഔദ്യോഗിക ജീവിതത്തിലും അതുപോലെ കുടുംബജീവിതത്തിലും എല്ലാം അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമ്മുടെ കൃഷി ഓഫീസർ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറി പുതിയ പണിയൂർ കല്യാണ വലയത്തിലേക്ക് യാത്രയാകുന്നതിൻ്റെ യോഗമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കൃഷി ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളിലും അവരുടെ വകുപ്പ് തല പ്രവർത്തനങ്ങളിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കക്കാരിയാണെങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ടും കാര്യക്ഷമമായിട്ടും പ്രവർത്തിച്ചു എന്നുള്ളതൊരു ഇവിടെ തന്നെ ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തി പറയുന്നത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അവരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 60 ലക്ഷത്തോളം ഒരു വർഷം ശരാശരി പദ്ധതികൾ. ആ മോട്ടോർ സൈക്കിൾ ഒന്ന് കയറാതെ മലയോര മേഖലകളിലായിരുന്നു അവിടെ നിന്ന് കിലോമീറ്ററുകളോളം നടന്നു കയറി ചെല്ലുന്ന സ്ഥലങ്ങളുണ്ട്. പുതുക്കക്കാരി എന്ന രീതിയിലൊന്നും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നവരില്ല. പുതിയ ആൾക്കാരുടെ കൂടെയും ജോലി ചെയ്തു. അപ്പം അത്രയും ത്യാഗസന്നദ്ധയായ ഒരു കൃഷി ഓഫീസറാണ്. ഇത് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവമായിരിക്കും. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഇപ്പോൾ ജില്ലയിൽ ഞാൻ കൃഷിഭവന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ കേരഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ച ഒരു കൃഷിഭവൻ എന്ന രീതിയിൽ ജില്ലയിൽ മികച്ചതായി നമ്മുടെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥയിൽ നിന്ന് അംഗീകാരം നേടിയ കൃഷി ഓഫീസറാണ്. അതുപോലെ കഴിഞ്ഞ 2 വർഷം നമ്മുടെ ഓണച്ചന്ത ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വിറ്റുവരവ് കഴിഞ്ഞ 2 വർഷങ്ങളിലായി മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം സമ്മാനവും വാങ്ങിയിട്ട് കൃഷിഭവനിലേക്ക് വന്നതാണ് കൃഷി ഓഫീസർ. എന്താണെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമ്മുടെ ഈ കൃഷിഭവൻ ഒരു യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കാർഷിക വികസന ബാങ്കിൽ ഇരിട്ടിയിൽ കൃഷി ഓഫീസറായിട്ട് ഏകദേശം 1 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് ചെറുപുഴ വരുന്നത്. ഒന്നാമതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബാങ്കുമായി ഒന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മുടെ വീട്ടുകാരും ഒരു ഗവൺമെന്റ് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ജോലിയിലേക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഗവൺമെന്റ് ജോലി കൃഷിഭവനിൽ വർക്ക് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയ കാര്യം ചെറുപുഴ എന്നുള്ള പേരായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ചെറുപുഴ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ വീടിന്ന് ദൂരെയുള്ള ഒരു സ്ഥലം, അത് കിട്ടാൻ ഏറ്റവും ദൂരെയായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ വേക്കൻസി ഉണ്ടായിട്ട് എനിക്കത് കിട്ടിയില്ല ചെറുപുഴ. മറ്റൊന്ന് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു കാർഷിക മേഖലയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാലോ. നമ്മളെല്ലാം പഠിച്ച നോളജ് ഉണ്ട്, പ്രാക്ടിക്കൽ നോളജ് സത്യം പറഞ്ഞാൽ ഇല്ലാന്നുള്ളത് അറിയാം. നമ്മുടെ ജനറേഷനിൽ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ കർഷകരെ ഡീൽ ചെയ്യുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു അവിടുത്തെ കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യും, അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഈ 3 വർഷക്കാലത്തോളം എന്റെ ആ ചിന്താഗതിയെല്ലാം മാറിയിട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയധികം എന്താ പറയാ ഭയങ്കര സ്നേഹം തരുന്ന, ഭയങ്കര പിന്തുണ തരുന്ന, വളരെ നിഷ്കളങ്കരായിട്ടുള്ള കർഷകരെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടു. എനിക്ക് അത്രയധികം അനുഭവങ്ങളാണ് ഇവിടെയുള്ള ഓരോ കൃഷിയിടത്തും നമുക്ക് കിട്ടിയത്. അപ്പൊ ആ അനുഭവങ്ങളെല്ലാം തന്നെ എനിക്ക് ഭാവിയിലെ ജീവിതം മുതൽക്കൊണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, കാരണം അത്രയധികം ആൾക്കാരുമായിട്ട് അത്രയും വ്യക്തിപരമായ ബന്ധമുണ്ട്. അതുപോലെ പറയുന്നത് നമ്മുടെ ഭരണസമിതി. അപ്പൊ ആദ്യം ചെറുപുഴ വരുന്ന സമയത്ത് എനിക്ക് ആദ്യം പരിചയമുള്ള ഒരാൾ നമ്മുടെ മെയിൻ പ്രസിഡന്റ് ആയിരുന്നു. അത് നമ്മുടെ ഇന്ന ഭരണസമിതിയിലുള്ള അലക്സാണ്ടർ മാഷായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ കൂടെ പഠിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് നേരത്തെ അറിയുണ്ടായിരുന്നില്ല. അപ്പൊ മാഷ് പറഞ്ഞൊന്നും പേടിക്കേണ്ട, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതുപോലെയായിരുന്നു ഭരണസമിതിയിൽ മുന്നേയുള്ള ഭരണസമിതിയിലെ മെമ്പർമാരാണ് കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ടിരുന്നത്. അവരുമായിട്ട് നല്ല വ്യക്തിപരമായ ബന്ധമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഭരണസമിതി ആണെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു കാലഘട്ടമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും നല്ല രീതിയിലുള്ള
മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിൽ സ്വാദേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ 6 പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ. ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ. നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ. ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം, മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം. ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത. പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ. ഫോൺ 9447 300 157. പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ.